കൊച്ചി നമ്മള് ഓണത്തിനപ്പോ എനിക്കറിയാം നിങ്ങൾ കുറേ നാളായിട്ട് ഏറെ വെയിറ്റ് ചെയ്യാണ്. കുറച്ചധികം പണിയുള്ള സിനിമ ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഓണത്തിന് ഈ സിനിമ ഭയങ്കര ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ 3Dയിൽ തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടോവി ആണെങ്കിലും സുചേട്ടനാണെങ്കിലും സുരഭി, അങ്ങനെ ലിസിൻ ചേട്ടൻ, അങ്ങനെ ഒരു വലിയൊരു ടീം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരുമായിട്ടൊരു 8 വർഷമായിട്ട് ഇതിൻ്റെ ഒപ്പമായിട്ട് 8 വർഷത്തെ സ്വപ്നമാണ്. നമസ്കാരം. ഇതിൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പും സ്വപ്നമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ സ്വപ്നം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. അപ്പോൾ ടോവിനോ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. വളരെ സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ്. കഷ്ടപ്പാട് ഇൻ ദ സെൻസ് സമയം രാത്രി ഷൂട്ട് ചെയ്തതൊന്നുമല്ല, അത്രയും നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. 3D ആണ്. ഒരുപാട് മികച്ച അഭിനേതാക്കൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് സാറിനെ പോലത്തെ ഒരാൾ ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് സാധ്യമായത്. 3D ആണ്. ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും തീർച്ചയായും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും പിന്തുണ ഉണ്ടാവണം. അപ്പോൾ നമ്മളൊരു വലിയ കാലത്തെ കാത്തിരിപ്പാണ്. പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. തീർച്ചയായും നിരാശരാക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ. താങ്ക് യു. Thank you so very much. Sir, മൈക്കിൽ കൊടുക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മൂവിയുടെ ഒരു സ്റ്റോറി ലൈൻ സർ പറഞ്ഞാൽ ഞാൻ ശരിക്കും കേട്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 2 വരിയിൽ എന്താണ്, വാട്ട് ഈസ് ദ മൂവി അബൌട്ട് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഒരു 3 പീരീഡായിട്ട് നടക്കുന്നൊരു റൊമാൻറ്റിക് ഫാൻറ്റസി അഡ്വഞ്ചറാണ്. വളരെ റൂട്ടഡായിട്ട് നമ്മുടെ സാധാരണ ഒരു വില്ലേജ് ചിയോദിക്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വില്ലേജിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിൽ ടൊവിനോ 3 റോൾസാണ് ചെയ്യുന്നത്. ഒന്ന് ഒരു വാരിയറായിട്ട് കുഞ്ഞിക്കേളു, ഒരു കള്ളനായിട്ട് മണിയൻ, ഒരു സാധാരണ നമ്മളെ പോലത്തെ ഒരു ഹ്യൂമനായിട്ട് അജയൻ. അപ്പോൾ അജയൻ്റെ 2ാം മോഷണം എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ എന്ന് പറയുന്നത് അജയൻ്റെയാണ്. അപ്പോൾ എന്തായിരിക്കും അജയൻ്റെ 1ാം മോഷണം, എന്തായിരിക്കും അജയൻ്റെ 2ാം മോഷണം, അതായിരിക്കും കംപ്ലീറ്റ് AR. Okay, thank you so much. Thank you, sir. നല്ലൊരു കൈഡി കൊടുക്കാം ഇവർക്ക്. And we shall invite more guests to the stage. Thank you, sir. Please take your seat. എന്റെ co-star ആയിട്ട് അഭിനയിച്ച ആൾ തന്നെയാണ്. He's sitting right here in front of me. Sanju Shivaram. നല്ലൊരു കൈഡി കൊടുക്കാം. Sanju, please join me on stage. Hi, Sanju. ഹായ്, നമസ്കാരം. എല്ലാവരും ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ജിതിൻ ലാൽ. നിരവധി ടീസറുകളായിട്ട് നിങ്ങളിങ്ങനെ കൈ കുറേ നാളുകൾ കൊണ്ടു നടക്കുകയാണ്. അതിൽ ഒരെണ്ണം വിട്ടപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. സോ അതിനുശേഷം നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇത് അജയൻ്റെ സിനിമയാണ്. എന്നാൽ അതിനകത്ത് കുഞ്ഞിക്കേളവും മണിയനും എല്ലാം ഉണ്ട്. സാധാരണ നമ്മൾ പറയും, എവിടെ വായിച്ചിട്ടുണ്ട്, നമ്മളുണ്ടാക്കുന്ന ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു 3 ജനറേഷൻസേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഒരു 3ാമത്തെ ജനറേഷൻ ആകുമ്പോഴത്തേക്ക് അത് ക്ഷയിച്ചില്ലാതെയാവും. അപ്പോൾ അങ്ങനെ കുഞ്ഞിക്കേളുവിൻ്റെ ഒരു ഫോർച്യൂണുണ്ട്. അത് മണിയനിലേക്ക് വന്നപ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് പോയി. അത് ഒരു സാധാരണ മനുഷ്യനായ അജയനിലേക്ക് എത്തിയപ്പോൾ അത് ഒരു ക്ഷയിച്ച അവസ്ഥയിൽ ഒരു സാധാരണക്കാരനായി മാറി. ആ സാധാരണക്കാരൻ്റെ ജീവിതത്തിലുള്ള ഒരു ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ശ്രമമാണ് ഈ സിനിമ. സോ അങ്ങനെ ഒരു 3 ഡയമെൻഷൻസിൽ വരുന്ന 3 മനുഷ്യ ഗണങ്ങളുടെ കഥ പറയുന്നൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പോൾ അതിലൊരു ഭാഗം ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അത് അജയൻ്റെ കാലഘട്ടത്തിൽ ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം, ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അതിൻ്റെ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന, വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ റൈറ്റർ സുജിത്തേട്ടൻ, ജിതിൻ അതിനോടൊപ്പം എത്രയോ വർഷമായിട്ട് എന്ന് കാണുമ്പോഴും ജിതിൻ അജയൻ്റെ 2ാം വർഷം എന്നൊരു പടം നമ്മൾ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം 8 വർഷം. അപ്പോൾ അത് ഫൈനലി അത് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ 8 വർഷം മുമ്പ് ജിതിൻ ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനത്തെ ഒരു സിനിമ ആവില്ലായിരുന്നു. അതൊരു കൊച്ചു സിനിമയാവില്ലായിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ടൊവി അന്നത്തെ ടൊവി അല്ല ഇന്ന്. ടൊവി ഒരു കരിയറിൽ ഹാസ് ടേക്കൺ ലീപ്സ്
ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. സോ അതിനും അത് പാകപ്പെട്ടു വന്നു. ആൻഡ് മലയാളം സിനിമയാണെങ്കിൽ പോലും നമ്മൾ 5 ഭാഷകളിലൊക്കെ ഇറക്കുമ്പോൾ അതിന് ഉതകുന്ന ഒരു രീതിയിലാണെന്ന് മലയാളം സിനിമ നിൽക്കുന്നത്. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. നമുക്ക് ഏറ്റവും സീസൺഡ് ആയിട്ടൊരു പ്രൊഡ്യൂസർ നമ്മുടെ ഒപ്പം ഉണ്ട്. സോ അങ്ങനെ ഈ സിനിമ വലിയൊരു സിനിമയായിട്ട് സംഭവിക്കാൻ പോവാണ്. ആൻഡ് ഐ ബിലീവ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നും അത് ഗംഭീരമാകുമെന്ന് വിചാരിക്കുന്നു. എനിക്കൊന്ന് ടോവിയുടെ കരിയറിലെ ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് ഞാൻ പലതവണ ടോവിയോട് പറഞ്ഞിട്ടുള്ള പോലെ, ടോവി ഇനി ഇതുപോലൊരു സിനിമ ചെയ്യരുത്. ഇത്രയും ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളേതൊരു സിനിമ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും ഭയങ്കര സ്ട്രഗിൾ ആണല്ലോ എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ കഷ്ടപ്പെട്ടല്ല, ഇവരെ നമുക്ക് കഷ്ടപ്പെടാം എന്ന് നമുക്ക് തോന്നുന്ന ഒരു എനർജി കിട്ടും. സോ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ആൻഡ് ഈ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ഡീൽ. ആൻഡ് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദി ഡയറക്ടർ, ദി ആക്ടർ ആൻഡ് എവരിവൺ ഹിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ്. സെപ്റ്റംബർ 12 ഓണത്തിന് ഇതൊരു വൻ സംഭവമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു രോഹിണി. Thank you so much, Sanju. Moving on, we have the very talented Shivajit with us. Please grace the stage. Nallera kaidi kodukam Shivajit. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ചെയ്തൊരു പടത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ജിതിനും ഒരു 8 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെ ഉണ്ട്. അതിൻ്റെയൊക്കെ കുറേ പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എടുത്ത് പറയാനുള്ളത് ടോവിയെ കുറിച്ചാണ്. 3 കഥാപാത്രങ്ങൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രമാണ്. 3 കഥാപാത്രങ്ങൾ, അതും 3ഉം യാതൊരു വിധത്തിലും ഒരു സിമിലാരിറ്റി തോന്നാത്ത വിധത്തിൽ 3 അതിൽ ടോവി ആയാലും ടോവിയുടെ പല പഴയ സിനിമകളായാലും ഒന്നും അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ 3 ഡിഫറെൻറ്റ് വേഷം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് പടം കാണാൻ. അപ്പം ഈ ഓണത്തിന് AR 12-ാം തീയതി റിലീസ് ചെയ്യാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അതും 3D ആയിട്ട് കാണണം. അപ്പോഴേ ഒരു വിഷ്വൽ ട്രീറ്റ് ആ സിനിമയിലുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു. Geeti Sangeetika to the stage. എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? ഒരുപാട് സന്തോഷം ഇന്ന് ഈ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ. അജയൻ്റെ 2ാം മോഷണത്തിൽ ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷം ആ ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. ആക്ച്വലി ജിതിൻ ഒക്കെ എടുത്തൊരു എഫേർട്ട്, ഞാൻ ആ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവരുടെ ടീം എടുത്തേക്കുന്ന ഒരു എഫേർട്ട് കണ്ടിട്ട് സീരിയസ്ലി അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കതിന് മുന്നേ തന്നെ ടോവിനോ തോമസ് എന്ന് പറഞ്ഞ ആക്ടറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാനായി മാറി. ഞാനത് പലരോടും പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് പറയാൻ അത്രയും സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ട് കണ്ടിട്ട് സീരിയസ്ലി നിങ്ങൾക്കത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഈ ഓണത്തിന് അജയൻ്റെ 2ാം മോഷണം തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു 2ാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായിരിക്കും ARM എന്ന് എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജിതിൻ. അപ്പോൾ ജിതിൻ അന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, ഞാൻ ചോദിച്ചു, ഇപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ തോന്നി ഭാവിയിൽ ഒരു സിനിമയൊക്കെ എടുക്കാൻ സാധ്യത ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ ഒരു ചാൻസ് ചോദിച്ചു, സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോ എന്ന്.
അപ്പോൾ പറഞ്ഞു, ഓ ഞാൻ സിനിമ എടുക്കുമ്പോൾ എന്തായാലും വിളിക്കുന്നു പറഞ്ഞു. ആ സിനിമയിലുള്ളതുപോലെ തന്നെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സിനിമ എടുത്തപ്പോൾ, അതും ഇത്രയും വലിയൊരു സിനിമ എടുത്ത സമയത്ത് എന്നെ ക്ഷണിച്ചതിന്, വെറുതെ ക്ഷണിച്ചതല്ല, ടൊവിനോയുടെ നായികയായിട്ട് ക്ഷണിച്ചതിന് നന്ദി. ഇതിൽ ഞാൻ കൂടാതെ 2 നായികമാരും കൂടെ ഉണ്ട്, കൃതി ഷെട്ടിയും ഐശ്വര്യ രാജേഷും. അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റൈറ്റർ എന്നെ വിളിക്കുന്നത് ധൃതി ഷെട്ടി എന്നാണ്. 3 പേരും കൂടെ. ഞങ്ങളുടെ റൈറ്ററിൻ്റെ ഏറെ കാലത്തെ കഷ്ടപ്പാട്, മണിയൻ എന്ന കഥാപാത്രത്തിൻ്റെ പേരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാണിക്യം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടോവി ഫിസിക്കലി മാത്രമല്ല, ഫിസിക്കലി ഒരു ആക്ടർ ഒരു ചലഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പലർക്കും എടുക്കാൻ പറ്റും. മെൻ്റലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് ഒരു തിയേറ്റർ ആർട്ട് ഒരു ട്രെയിനറെ വെച്ചിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി, ഞാൻ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായകൻ്റെ കൂടെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ കൂടെ ഏതോ ഒരു തിയേറ്റർ എനർജി, ഒരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അടുത്ത ലെവലിലേക്ക്, ഒരു സൂപ്പർ സ്റ്റാറിന് അപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര കൂടിയാണ് ARM എന്ന സിനിമ. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, റൈറ്റേഴ്സ്, ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മേക്കപ്പ്, എല്ലാവരുടെയും പ്രൊഡക്ഷൻ്റെയൊക്കെ എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട ഒരു സമയം ഇതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും കോ ആക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ശ്രമം, വലിയൊരു കാത്തിരിപ്പ്. ഞങ്ങളെല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 3Dയിൽ തന്നെ നല്ല തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. താങ്ക് യു. Thank you so much, man. Thank you. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റൻ സ്റ്റീഫൻ ARMൻ്റെയും പ്രൊഡ്യൂസറാണ്. സോ ഇൻവൈറ്റിംഗ് മിസ്റ്റർ ലിസ്റ്റൻ സ്റ്റീഫൻ ടു ദ സ്റ്റേജ് പ്ലീസ്. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്. ARM എന്ന സിനിമയുടെ മുമ്പ് ഇതിൻ്റെ ടൈറ്റില് അജയൻ്റെ 2ാം മോഷണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജിതിൻ എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവൻ കൊണ്ട് കാട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനോട് പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ ടൈറ്റിലൊന്നും മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഇതിൻ്റെ ഒരു വിഷ്വൽ ആയിക്കോട്ടെ, ഇപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു എഫേർട്ട് ആയിക്കോട്ടെ, ഈ സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി ആയിക്കോട്ടെ, അത് വളരെ നന്നായിട്ട് ഉണ്ട്. കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ടല്ല, ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം വർഷത്തിൽ 200 ചിലവാനും സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട്. അപ്പോൾ ആ സിനിമകൾക്കെല്ലാം ഫങ്ഷൻസ് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് അതിന് മുമ്പുള്ള ഫങ്ഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഓഡിയോ ലോഞ്ച് അല്ല, വെക്കാറുണ്ട്. അപ്പം സിനിമയെ പറ്റി എല്ലാവരും സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് വരെ അതൊരു നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിനെ പ്രശംസിച്ച് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ജിതിനി സിനിമ കൊണ്ട് കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കണം. അങ്ങനെയാണ് ആ ഡിസ്കഷനിലൂടെയാണ് ഇതിനെ ARM എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ ഇതിനെ മാറ്റുകയും പിന്നീട് അജയൻ്റെ 2ാം മോഷണം എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് ARM എന്നുള്ള പോസ്റ്ററിലൂടെ പിന്നീട് ഇതിനെ പബ്ലിസിറ്റി ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടിട്ടാണ് ARM എന്ന് മാറ്റിയത്? ഞാൻ പറഞ്ഞു, എൻ്റെ 2ഉം കൽപ്പിച്ചുള്ള മോഹം എന്നാണ് ഞാനിതിനെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ പയ്യൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ എൻ്റെ കൂടെ പോരുന്നെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഇത്ര റിസ്ക് എടുക്കുമല്ലേ, അപ്പോൾ അയക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ തന്നെ ഞാൻ നോക്കിയും കണ്ടും വെക്കാനാണ് ഐസക് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോഴേ തന്നെ പോന്നിട്ടുള്ളത്. ARM എന്ന സിനിമയെ പറ്റി ഞാൻ ടൊവിനോയോട് ഞാൻ പൊക്കി പറയുന്നതല്ല, ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊക്കെ ഒന്ന് ഇട്ട് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണമെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു
സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ്. ഇപ്പോൾ നമ്മളിത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ, അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ്, ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 1.5 കൊല്ലത്തോളം എടുത്തു. ഈ 1.5 കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു 3-4 സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും, ഇതിൻ്റെ VFX ചെയ്യാനായിക്കോട്ടെ, 3D ചെയ്യാനായിട്ട് ഇത് കൊടുക്കുമ്പോഴും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യണം. അപ്പോൾ മലയാളത്തിൽ ടൊവിനോയുടെ സിനിമ എങ്ങനെയാണോ റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും, ഹിന്ദിയിലായിക്കോട്ടെ, തെലുങ്കിലായിക്കോട്ടെ, കന്നഡയിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, എല്ലായിടത്തും ഇതേ വലുപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു, ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ. അങ്ങനെ ഈ സിനിമ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ARM എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാലെ എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ KGF പോലെയുള്ള, കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനറിൽ വരാറുണ്ട്. അതുപോലെ അനിൽ തടാനിയാണ്, A&A ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത്. തെലുങ്കില് ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ഹൗസായ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വേറൊരു സ്ഥലത്തും അടുത്ത ദിവസം ഉള്ളതാണ്. അപ്പം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയില്ലാത്തതുകൊണ്ടിട്ട് തമിഴിൻ്റെ കാര്യം മാത്രം അടുത്ത ദിവസം ഞങ്ങൾ റിവീൽ ചെയ്യുന്നതാണ്. ഇനി വളരെയധികം സന്തോഷം. ഇങ്ങനെയൊരു സിനിമ എഴുതിയ സുജിത്തിനായിക്കോട്ടെ, ഇങ്ങനെയൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജിതിനായിക്കോട്ടെ, ഒരിക്കലും ഇതൊരു പുതിയ സംവിധായകൻ്റെ സിനിമയാണ് ആരും പറയത്തില്ലാത്ത വിധത്തിലാണ് ജിതിൻ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ബേസിൽ, അപ്പോൾ ബേസിൽ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ്. ബേസിലിന് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം ജിതിൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, സുരഭി ആയിക്കോട്ടെ, മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും, ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും, ഇനി ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ, ടൊവിനോ, ഇതിനകത്തെ ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടമാഞ്ച പൈസ ഉള്ള പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നോക്കുകൂടിയായിരുന്നു ബാക്കിൽ. അന്നേരം വീണ്ടും ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ്. കാരണം ഇതിന് മെയിനായിട്ടുള്ള രണ്ടാൾക്കാർ, ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറുമായിട്ടുള്ള രണ്ടുപേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക, അത്രയും ക്ലോസ് ആയിട്ട് ഞാൻ കാണുന്ന, എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞിരാമായണത്തിൽ ജിതിൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോദ എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അപ്പോൾ അവൻ ആദ്യം തന്നെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഡൗട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇരുന്ന് എല്ലാവർക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന, ഇപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കുറച്ച് മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫായിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും
എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയൻ്റെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കിടിപ്പായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു എത്ര പറയുക 6-8 വർഷത്തെ ജേണിയാണ്. 8 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഫേസ്ബുക്കിൽ ഇടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിങ് യു ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു 4 വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യായിരുന്നു. പിന്നെ എനിക്കും ബോറടിച്ചു, എനിക്കിപ്പോൾ സിനിമ ഇറങ്ങട്ടെ എന്നിട്ടിടാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത്ര 8 വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ള ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തത്. ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം, ഇയാളെ വിശ്വസിക്കണം. ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം. ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് 8 വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിംഗ് സമയത്ത്. ക്രൈസിസ് മാനേജ്മെൻറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല 100 കണക്കിനുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെഡഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക, ഇതെല്ലാം കൂടെ ഡീൽ ചെയ്ത് അവസാനം ഒരു നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ടൊബീനോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. ഇതുപോലെ തന്നെ ഗോദയിൽ ടൊബി നായകനായിരുന്നു, അത് കഴിഞ്ഞ് മിന്നൽ മുരളി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് അജയൻ്റെ രണ്ടാം മോഷണത്തിലേക്ക് കയറുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ സിനിമ അഭിനയിക്കുന്ന കാര്യമാണ് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എനിക്കറിയാം, ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും 3 ടൊബീനോ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും. അവൻ തന്നെ 3 ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വേണ്ട നായികമാരും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു റോളാണ് എൻ്റെ റോള്. അപ്പോൾ 3 റോൾ ഒരാൾ തന്നെ ഒരു നായകൻ്റെ കാശ് മേടിച്ചിട്ട് 3 പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഒരു സിനിമയിൽ തന്നെ 3 ആളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ മാനറിസംസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അത് 3 ആളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ സമയത്ത് തന്നെ. അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും. ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. ഞാൻ ജയ ജയ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു 5 മിനിറ്റിൻ്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി, ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ്. എന്നെക്കൊണ്ട് വയ്യ, ഇടിയും കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മുഴുനീള ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത്. കുതിരപ്പുറത്തൊക്കെ കയറി ഓടിക്കുക, കുതിരേൻ്റെ പുറത്തൊക്കെ കയറി ഓടിക്കുക എന്നത് സിനിമയിൽ കാണുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കുതിരയ്ക്ക് തോന്നുന്ന വഴിക്കൊക്കെ ഓടിക്കളയും ചിലപ്പോൾ. അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിരയൊന്നും ഓടുകയൊന്നുമില്ല. അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 500 കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ്. ഈ കുതിരകളുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്കൊക്കെ ആയിരിക്കും ഓടുക. ഈ കുതിരകളെല്ലാവരെയും കൺട്രോൾ ചെയ്ത് 500 കുതിരകളിങ്ങനെ ഓടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ടൊബീനോ എന്ന് പറയുന്ന ഒരു ആക്ടർ, അത് ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ്. എനിക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയിൽ ആ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു. എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി. എന്നിട്ട് എനിക്ക് പിന്നെ പേടി സ്വപ്നമായിരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുമെന്ന് പറയുമ്പോഴേക്കും. എൻ്റെ ദൈവം ഞാൻ ഇല്ല, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ പച്ചവെട്ടിക്കുന്ന സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിര സവാരി, ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോകും. രാവിലെ 6 മണിയാകുമ്പോൾ എനിക്ക് കുതിരപ്പുറത്ത് പോകുന്ന കാണാം. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ കുതിരേൻ്റെ പുറത്തായി. ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷനിൽ വന്ന് വീണ്ടും ഫൈറ്റ്. ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഞാൻ ചുമ്മാ എടുത്ത് പറയല്ല, ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും കാണണം. പക്ഷേ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ളൊരു പ്രോസസ്സ്, ഇത്രയും വ്യക്തിക്കായിട്ടുള്ളൊരു പ്രോസസ്സ് സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും
അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് കരിയറിൻ്റെ ഒരു വർഷം 1.5 വർഷത്തോളം ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തപ്പോൾ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ടൊവിനോ തോമസ് എന്ന ആക്ടറിന് വേണ്ടി ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക. അതിനും ഒരു വലിയ കയ്യടി നിങ്ങൾ പ്ലീസ്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് കൂടെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ്. അതുപോലെ സുരഭി ആണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുജിത്തേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. സുജിത്തേട്ടനെ ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ്. അദ്ദേഹവും അന്ന് തൊട്ട് ഈ സ്ക്രിപ്റ്റായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അദ്ദേഹവും ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരനാണ് അദ്ദേഹം. കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അത് വളരെ ഒതൻറ്റിക് ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം അതിനെ കൺവിൻസ് ചെയ്യുകയും എന്നൊരു ചിയോദിക്കാവ് എന്ന് പറയുന്ന സ്റ്റോറി വേൾഡ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയും ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ. അപ്പോൾ ഫ്ലോഗ് പോയി. നീ പറഞ്ഞ് ജയിച്ചാണോ ഇത്? സാധാരണ ഇങ്ങനത്തെ പരിപാടി നിന്റെ ഭാഗത്ത് ഉണ്ടാവാറ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞത് ചിയോദിക്കാവ്. അപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടൻ, അദ്ദേഹവും ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ കടം മേടിച്ചും കുടുംബം വിറ്റുമൊക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല, അത് കുറേ കൂടെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയും അങ്ങനെയാണ് ARM എന്നുള്ള പേരിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ട് പ്രോസസിൻ്റെ ഭാഗമാണ്. അജയൻ്റെ 2ാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചേട്ടാ ഒരു അജയൻ എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും എന്നുള്ള ഒരു റിയലൈസേഷൻ കാരണമാണ് അദ്ദേഹം ഒരു ARM എന്നിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവർക്കും ARM എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അത് നല്ലൊരു ഐഡിയായി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ആ റിസ്കിൽ എല്ലാവരും പ്ലീസ് ചേട്ടൻ അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ADs ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള എനിക്കിത് വളരെ ജെന്യൂനായിട്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് തിയേറ്ററുകളിലെത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയുക അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയൻ്റെ 2ാം മോഷണം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. ഇതിലുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന് ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം. നേരത്തെ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റൈലിസ്റ്റ് ചതിച്ചതാണ്. എനിക്കും ബേസിലും ഒരേ കളറിലുള്ള ഷർട്ടും പാൻറ്റും ഷൂസും തന്നായിരുന്നു. മസ്റ്റർ ഹംസയ്ക്ക് നന്ദി. അത് ഒരേ പരിപാടിക്ക് കിട്ടിയവരാൻ വാച്ചും. അപ്പോൾ ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കുറേ സംസാരിച്ചു. ഇതൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കാൻ വെച്ചിരുന്നത്. അത് അവരെല്ലാം സംസാരിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ്. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോടെല്ലാവരോടും നന്ദി. അതോടൊപ്പം എന്നും എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ളത്. അതിലൊന്ന് ബേസിൽ, അടുത്ത് ജിതിൻ. മുമ്പും ഈ തല്ലുമാലയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന നല്ല സംവിധായകനായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിതിനും ശ്രുതിയേട്ടനും കൂടിയിട്ടാണ്. പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. കട്ടയ്ക്ക് വന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പ്രിയപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫൻ, നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ. നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത്.
പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാവട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സിനിമ കുറേ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ്. എൻ്റെ കഴിഞ്ഞ ഒരു 4-5 സിനിമകളുടെ റിലീസിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഇതിൻ്റെ എംബ്രാൻഡിങ് അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചത് ഒരുപാട് നന്ദി. ഇത്രയും കാലം ഈ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പ്രോസസ്സ് അല്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് നിന്ന് തരണം ചെയ്യാൻ പറ്റി. ആ തരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നതും കാണാം. ഇനി ഈ സിനിമ സെപ്റ്റംബർ 12-ാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ്. ഒരു 5 ഇഞ്ച് സ്ക്രീനിൽ കണ്ടാൽ 3D കാണുന്നതും 5 ഇഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതിപ്പോൾ തുടക്കമാണ്, ആദ്യത്തെ ഇവന്റാണ് ഈ സിനിമയുടെ. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെയും ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മളൊരു മലയാളം സിനിമയോടൊപ്പം മലയാളം സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ മലയാളം സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി. പക്ഷെ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരുക്കി തന്ന പ്രൊഡ്യൂസർക്ക് പ്രത്യേകം നന്ദി. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 3Dയിലോ 2Dയിലോ ഒക്കെ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. അത് ഞങ്ങൾക്കും വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. I would like to invite the entire team of ARM on the stage now for a photograph. So, എല്ലാവരും സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്ന് കൈയടിച്ചാലോ? ARM നമ്മൾ കാണുമെങ്കിൽ ഒന്ന് കൈയടിക്കാം, പ്ലീസ്. Let's give them a huge round of applause. Motivate the whole team. Thank you. Okay, team ARM, thank you so much. നിങ്ങൾ ഇറങ്ങരുത്. കാര്യം, yes, this is the first anniversary of Forum Kochi and we will have the cake cutting now in your presence. I hope that's okay. So please be on stage. From the Forum Kochi team, I would like to invite Mr. Tangachan Thomas, Mr. Sunil, Mr. Manoj Singh, Mr. Vinay Shenoy, Mr. Sajesh Chandran, Mr. Amog Gowda, Mr. Arjun Mohandas, Mr. Praveen, Ms. Deepa Vinay, Mr. Krishna Kumar, Mr. Hari Raj, Mr. Anup Raj, Ratish Kumar, Ms. Elizabeth Jyoti Sijo, and of course the remaining team of Forum Kochi. Forum team, let's cut the cake, please. Ladies and gentlemen, huge moment for Forum Kochi, the very first anniversary. Let's hear it for the entire team. Huge round of applause, a big moment. Wishing Forum Kochi many beautiful, amazing years ahead.
you so much, Forum Kochi, for making this an amazing moment. Thank you. For everyone that's on stage.